ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ശ്രീ വർഗീകരൻ യോഗത്തിൻ്റെ അധ്യക്ഷൻ, സ്വാഗത പ്രസംഗം നടത്തിയ JP സുഗതകുമാർ ട്രസ്റ്റ് അംഗം, കലാഘോഷണി ഗ്രന്ഥശാലയുടെ ഭാരവാഹിയായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് K. മോഹൻദാസ്, പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, മടവൂർ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ അഫ്സൽ, വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം സെക്രട്ടറി ശ്രീ വെളിനല്ലൂർ ഹരികുമാർ, പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ പള്ളിക്കൽ നസീർ, പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷെമിൻസ് A, മടവൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അജിത് കുമാർ, ശ്രീമതി സിമി സതീഷ്, ശ്രീമതി സുനിത, ശ്രീമതി സുജന മത്തൂം, മെമ്പർ മടവൂർ ഗ്രാമപഞ്ചായത്ത്, ശ്രീ സജികുമാർ, മെമ്പർ മടവൂർ ഗ്രാമപഞ്ചായത്ത്, ശ്രീ ദേവരാജൻ B, ലൈബ്രറിയൻ കലാഘോഷണി ഗ്രന്ഥശാല ആനവൂർ, ശ്രീ ബിജു കിഴക്കനേല, ശ്രീ CS രാജൻ, ശ്രീ S. സുരേഷ് കുമാർ, ശ്രീ ദിനേഷ് P, ആദരണീയരായ എൻ്റെ സഹോദരിമാരെ, സഹോദരന്മാരെ എന്ന് പറയുന്നതിനേക്കാളും എൻ്റെ ശേഷകാരെ, മക്കളെ എന്ന് പറയുന്നതായിരിക്കും ഉചിതം എന്നാണ് എനിക്ക് തോന്നുന്നത്. 10 കൊല്ലത്തിന് മുമ്പ് ഈ വേദിയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരാളായിരുന്നു ഞാൻ. പുളിമാത്ത് ക്ഷേത്രത്തിലെ ചുക്കില്ലാത്ത കഷായമില്ലെന്ന് പറയും പോലെ ഇവിടെയുള്ള ഒരു പരിപാടിയില്ലെന്നും എന്നെ മാറ്റി നിർത്താൻ പറ്റൂലായിരുന്നു. എല്ലാ പരിപാടികളിലും തുടക്കം മുതൽ അവസാനം വരെ ഞാനുണ്ടാവും. പക്ഷെ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് എന്തൊക്കെയോ പ്രോഗ്രാമിനും കുതിരയെടുപ്പൊക്കെ ഞാനുണ്ടാവും. ഇന്നലത്തെ കുതിരയെടുപ്പുണ്ടായിരുന്നില്ലേ? അത് മാറ്റി. എന്തായാലും ശരി തന്നെ, വീണ്ടും ഇവിടെ വരാനും ഈ മുഖങ്ങളൊക്കെ കാണാനും കഴിഞ്ഞതിലുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ ഞാൻ അന്ന് വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരും കുഞ്ഞുങ്ങളായിരുന്നു. എന്തായാലും ശരി, അഭിമാനപൂർവ്വം പറയും, തിരുവനന്തപുരം ജില്ലയിൽ 100 കുട്ടികളെ പങ്കെടുപ്പിച്ച ഒരേ ഒരു അധ്യാപികയാണ് നാട്യശ്രീ മരിക. കൂടാതെ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ തൻ്റെ ശിക്ഷരെയും അതിൽ പങ്കെടുപ്പിച്ച് അവർക്കും കൂടി അതിൻ്റെ പ്രമാണിത്വവും പ്രാധാന്യവും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച ടീച്ചറുടെ വലിയ മനസ്സിനെ ഒരിക്കലും ചെറുതായി കാണാൻ പറ്റുകയില്ല. ഗിന്നസ് ബുക്കിൽ പേര് വന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമാണ് നിങ്ങൾ ആരും കരുതരുത്. ജീവിതത്തിൽ അങ്ങനെ ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു. ഗിന്നസ് ബുക്കിൽ പേര് വന്ന് കിട്ടുന്നതിന് വേണ്ടി ഒരുപാട് സാഹസം കാണിച്ചവരും അതിനുവേണ്ടി ഒരുപാട് പണിപ്പെട്ടവരും പാടുപെട്ടവരും നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. അതൊന്നും കിട്ടിയില്ല, അതൊന്നും നടന്നില്ല. പക്ഷേ ഭരതനാട്യം പഠിച്ച 84 കുട്ടികൾ, 84 കുട്ടികൾ മരിച്ച ടീച്ചറോടൊപ്പം അതിൻ്റെ അവകാശികളായി ഗിന്നസ് ബുക്കിൽ പേരു എന്നുള്ളത് ഈ യുഗത്തിലെ ഒരു വലിയ സംഭവമാണ് എന്ന് ഞാൻ പറയാം. അത് മടവൂരുള്ള
മടവൂരും പള്ളിക്കലുമുള്ള കുട്ടികൾ അല്ലേ? ഞാൻ വിചാരിക്കുന്നു അർത്ഥവത്താണത്. മടവൂരിന് ഉള്ളൊരു പ്രാധാന്യം നമ്മുടെ ജില്ലയിൽ വലിയ എല്ലാ പഞ്ചായത്തിലും ഇല്ല. ഞാനിപ്പോഴും പറയുമ്പോൾ ഞാനത് പറയുമായിരുന്നു. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്. സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്നത് തൃശ്ശൂരിനെയാണ്. എന്ന് പറഞ്ഞതുപോലെ എന്റെ നാടിന്റെ വർക്കലയുടെ സാംസ്കാരിക തലസ്ഥാനം മടവൂരാണ് എന്ന് ഞാൻ അഭിമാനത്തോടെ. എത്ര കലാകാരന്മാരാണ് മടവൂർ അല്ലേ? എല്ലാ രംഗങ്ങളിലും ഞാനിങ്ങനെ ഓടി നടന്ന് നോക്കുകയായിരുന്നു. ഒരു സമയത്ത് ഈ മടവൂർ പഞ്ചായത്തിനകത്ത് കലാസാഹിത്യ രംഗങ്ങളിൽ പ്രതിഷ്ഠ നേടിയ മഹനീയ വ്യക്തിത്വങ്ങളുടെ ചിത്രങ്ങൾ, മടവൂർ ആശാൻ ഉൾപ്പെടെ ഉള്ളവരുടെ ചിത്രങ്ങൾ ഞാൻ ഇങ്ങനെ ഓടി നടന്ന് നോക്കുകയാണ്. കേരളത്തിന് അഭിമാനിക്കാവുന്ന കലാമണ്ഡലം അല്ലേ? അല്ലേ? മടവൂർ വാസുദേവൻ നായർ ഉൾപ്പെടെ എത്ര പ്രതിഭകളെയാണ് ഈ മടവൂർ നൽകുന്നത്. മടവൂരിന് വേറെയും പ്രത്യേകതകളുണ്ട്. എല്ലാം ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ഞാൻ ഇതിനിടയ്ക്ക് ഓടി നടന്നു. മടവൂർ പള്ളിക്കലിനുള്ള പ്രത്യേകത കായിക രംഗത്തുള്ള പ്രമാണിത്വം പള്ളിക്കലിനാണ്. കായിക രംഗത്ത് കേരളത്തിലും ഇന്ത്യയിലും അറിയപ്പെടുന്ന കായിക താരങ്ങളെ സൃഷ്ടിച്ചത് പള്ളിക്കലത്തെ അമ്മമാർ പ്രസവിച്ച കുട്ടികളായിരുന്നു ഇല്ലേ? അതുപോലെ സാംസ്കാരിക രംഗത്ത് മടവൂർ. ആ പ്രതിഭകൾ കേരളത്തിലാകെ. എനിക്ക് ഇത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ പിതൃതുല്യനായി കരുതുന്ന മൺമറഞ്ഞ ബാബുത്തോടുണ്ട്. ഇതൊക്കെ നമുക്കറിയാത്ത പല കാര്യങ്ങളും പല പ്രദേശങ്ങളിലെയും സംഗതികൾ പഠിക്കുകയും മനസ്സിലാക്കി വയ്ക്കുകയും ചെയ്തതാണ്. ഒരു ദിവസം പള്ളിയിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഞാനും സാറുമായി ഒരുമിച്ച് കാറിൽ വരികയായിരുന്നു. അപ്പൊ മടവൂർ പഞ്ചായത്തിന്റെ ഈ പാരമ്പര്യത്തെയും ഈ സംസ്കൃതിയെയും കലാരംഗവുമായുള്ള ഈ പ്രദേശത്തിന്റെ ബന്ധത്തിനെയും കുറിച്ച് സാറ് പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി സാർ ഇവിടത്തുകാരനാണ്. ഓരോ പേരുകളെ. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, അറിയാമോ? നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരാളിന് ഏറ്റവും വലിയ അഭിമാനം ഒരു കുടുംബത്തിന് ഇന്ത്യൻ സേനയിൽ അംഗമാവുക എന്നുള്ളതാണ്. നമ്മുടെ പരിസരത്ത് ഒരു പ്രദേശത്തുമില്ലാത്ത രീതിയിൽ മിലിറ്ററിയിലും ഇന്ത്യൻ സേനയിലും അംഗങ്ങളുള്ളത് മടവൂർ പഞ്ചായത്തിലാണ്. ഒരു 10-80 കുട്ടികളുടെ നമ്പർ 10-80 പേരുടെ കുട്ടികളുടെ നമ്പർ എനിക്കറിയാം. വീടുകളിൽ നിന്ന് പോകുന്ന നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾ എത്ര ആളുകൾ. ഏതായാലും തിരുവേലി ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്ക് കടന്നുപോകുന്നില്ല. അധികം പ്രസംഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഡിസംബർ 29, 2024 ഡിസംബർ 29 കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന മൃദംഗനാദം ഭരതനാട്യം ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 100 കുട്ടികളെ പരിശീലിപ്പിച്ച് നൽകിയ അധ്യാപികയ്ക്കുള്ള ഗുരുവിനുള്ള ഗിന്നസ് റെക്കോർഡ് നാട്യശ്രീ മനുജയ്ക്ക് ലഭിച്ചതിൽ ഞാൻ ഒരു മടവൂക്കാരൻ, ഒരു പള്ളിക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു. എന്റെ നാടിന് ഇതിലും വലിയൊരു ഭാഗ്യം ലഭിക്കാനില്ല.
ഗുരുക്കന്മാരുടെ നാടാണ് നമ്മുടെ നാട്. സംശയമുണ്ടോ? അല്ല. രാമാനുജ ഗുരുപാദർ മുതൽ ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുദേവനും വരെയുള്ള വലിയ അവരുടെ അഭിമാനം മുറ്റി നിൽക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ നാടും ഈ വിഹായത്വമൊക്കെ. അവരുമായൊന്നും താരതമ്യം കഴിഞ്ഞില്ലെങ്കിലും തനിക്ക് ഈ അസുലഭമായ അവസരം കിട്ടുമ്പോൾ തന്റെ കുഞ്ഞുങ്ങളും കൂടി ഇതിന്റെ ഭാഗമാകണം എന്നാഗ്രഹിച്ച മനുഷ്യയെ എത്ര അനുമോദിച്ചാലും ഭഗവതില്ല. ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളുടെ പൂച്ചെട്ട് നൽകി ഞാൻ ആദരിക്കുന്നു. ഈ യോഗം ഞാൻ ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിക്കുന്നു. നമസ്കാരം.